പറയുന്നത് പൂർവ്വകാലത്ത് ഒരു വലിയ രണ്ട് ആറുകൾ സംയോജിക്കുന്ന ഒരു മേഖലയാണ് നിരണം എന്ന് പറയുന്നത്. ഒന്ന് പമ്പാ നദിയും മണിമലയാറും സംയോജിക്കുന്ന ഒരു മേഖലയാണ് നിരണം പ്രദേശം. നിരണം പ്രദേശത്ത് വന്ന് അദ്ദേഹം പായ്ക്കപ്പലിൽ വന്ന് ഈ കടവിൽ ഇറങ്ങുകയും ഇവിടെ അദ്ദേഹത്തിൻ്റെ ചില സ്മാരകങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ക്രമീകരിക്കപ്പെട്ടു. അതിനുശേഷം ഏഴരപ്പള്ളികൾ എന്ന് പറയുന്ന ഒരു പള്ളി സ്ഥാപിച്ചിട്ട് അദ്ദേഹം മൈലാപ്പൂർ, മദ്രാസിലെ മൈലാപ്പൂർ എന്ന സ്ഥലത്തേക്ക് പോവുകയും അവിടെ വെച്ച് അദ്ദേഹം രക്തസാക്ഷിയായി മരിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം പറയുന്നത്. അദ്ദേഹം ഈ ദേശത്ത് വന്ന് പ്രചരിപ്പിച്ചത് ശബദ് എന്ന നിത്യസത്യമാണ്. എന്നാൽ കാലോചിതമായി അത് കാലഹരണപ്പെട്ടു പോയതുപോലെ ചില വസ്തുതകളിൽ അത് മൂടിപ്പോവുകയും ശബദ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാൻ കഴിയാതെ ഈ കാലം അത്രയും ഈ ദേശം അകപ്പാടെ വചനമറിയാതെ സത്യമറിയാതെ മൂടപ്പെട്ട് കിടന്നിരുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഈ 2023 2023 ജനുവരി മാസം തൊട്ട് 8-ാം തീയതി തൊട്ട് 21-ാം തീയതി വരെയുള്ളതായ സമയങ്ങളിൽ ഈ ദേശത്ത് കർത്താവിൻ്റെ ത്രിവിധ ദൂത് ഉൾപ്പെടെയുള്ളതായ സുവിശേഷ സത്യങ്ങൾ ഈ ദേശത്ത് ഘോഷിക്കുകയും ഈ ദേശത്ത് ഉദ്ഘോഷിക്കുകയും ഇവിടെയുള്ളതായ ദേശവാസികൾ ഇപ്പോൾ പറയുന്ന ഒരു യാഥാർത്ഥ്യം ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പാതിരിമാരും അച്ഛന്മാരും ഒന്നും ഈ മറിഞ്ഞിരുന്ന സത്യം പറഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വലിയ കുറ്റബോധമാണ് അവരെ ഭരിക്കുന്നത്. ആയതുകൊണ്ട് ഒരുപക്ഷെ രണ്ടാം ജന്മം തോമസ് ലീഗ എന്ന് പറയുന്ന അരിമശിഷ്യൻ AD 52 ഇവിടെ കടന്നു വന്നുവെങ്കിൽ ഈ 2023 അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിരിക്കുന്ന പാസ്റ്റർ CJ സോമൻ അദ്ദേഹം കാണിച്ച മാതൃക പ്രകാരം വിശുദ്ധ സ്നാനമേറ്റ സൗന്ദര്യ അഡ്വന്റിസ്റ്റ് എന്ന മഹൽ പ്രസ്ഥാനത്തിൻ്റെ സഭയുടെ അംശയായി തീരുവാനിടയായി ഈ യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു ജനസമൂഹം സൃഷ്ടിക്കപ്പെടേണ്ടത് ആവശ്യമായതുകൊണ്ട് കർത്താവ് ഈ ദേശത്തേക്ക് ഞങ്ങളെ അയക്കുവാനിടയായി ഇവിടെ ഉദ്ഘോഷിക്കപ്പെട്ടിരിക്കുന്നതായ നിത്യസത്യം അത് പലരും പരിശോധിച്ച് യാഥാർത്ഥ്യങ്ങളിലേക്ക് മടങ്ങി വരുവാൻ ദൈവമായ കർത്താവ് ഇടവരുത്തുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ പ്രദേശത്തായിരിക്കുവാൻ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ബഹുമാനീയനായ അച്ചമി സാറ് കുടുംബം ബാംഗ്ലൂരിൻ്റെ പ്രദേശത്ത് നിന്ന് ഈ മേഖലയിൽ വന്ന് തോമസ് ലീഗ വന്ന് കടവിറങ്ങിയതായി കടവും പരിസരവും കാണുവാൻ അവർ കടന്നു വന്നു. അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ശുഭകരമായ ഒരു നല്ല നിമിഷമാണ് ഇതെന്ന് അവർ ചിന്തിക്കുന്നു. കാരണം ഇതുപോലെ അദ്ദേഹം വന്ന് കടവിറങ്ങി ഒരു സ്ഥലം വന്ന് കാണുക എന്ന് പറയുന്നത് ജീവിതത്തിലെ വലിയ പ്രത്യാശയായി ഞങ്ങൾ കരുതുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഹാരാഷ്ട്രയുടെ പ്രദേശത്ത് നിന്നും ആന്ധ്രാപ്രദേശിൻ്റെ പ്രദേശത്ത് നിന്നുമൊക്കെ പല പ്രിയപ്പെട്ടവരും ഇവിടെ കടന്നു വന്നപ്പോൾ അവർ പറഞ്ഞ ഒരു ഇംഗ്ലീഷ് പദമുണ്ട്. ഇറ്റ് വാസ് ആൻ അമേസിംഗ് ചാൻസ് ഫോർ us to see this place. ഈ പ്രദേശം കാണുവാനുള്ളതായ ഒരു അത്ഭുതാത്മകമായ നിമിഷമാണ് ഇത് എന്ന് അവർ പറയുന്നത് കേൾക്കുവാൻ കഴിഞ്ഞു. അങ്ങനെയെങ്കിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ് നിരണം എന്ന് പറയുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ്. അനേക സാധാരണക്കാരായ കർഷക തൊഴിലാളികൾ മണ്ണിനോടും കായലിനോടും വയലിനോടും ഒക്കെ മല്ലടിച്ച് ഇവിടുത്തെ സാധാരണക്കാരന് ആഹാരം നൽകുവാൻ നല്ല കൃഷി ചെയ്ത കുത്തരി എല്ലാ മനുഷ്യനും ആഹാരം കൊടുത്ത ഒരു വലിയ നാടാണ് നിരണം. പ്രകൃതി രമണീയമായ ഒരു നാടാണ് നിരണം. അതിനേക്കാളെല്ലാം ഉപരിയായി പ്രകൃതി ഭംഗി ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നിരണത്ത് വരണം എന്ന് ഞങ്ങൾ സവിനയം ക്ഷണിക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു സന്തോഷപ്രദമായ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞങ്ങൾ ഈ അവസരം നിങ്ങളുമായി ഷെയർ ചെയ്യുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.